ഹായ്, നിങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ 7 കുറിച്ച് അറിയായിരിക്കുമല്ലോ. ഞാൻ ഏകദേശം ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റത്തെ എപ്പിസോഡ് തൊട്ട് ഇതുവരെ ഞാൻ കണ്ടെന്നുള്ള നിലയിൽ കുറച്ച് കാര്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേക്ക് ആയിട്ട് കളിക്കുന്ന ഒരാള് തോന്നിയത്, എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയത് അനുമോളെയാണ്. കാരണം അനുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രാമ ക്യൂയിൻ ആണ് ആള്. ആള് എവിടെയൊക്കെ ക്യാമറ ഉണ്ടോ അവിടെ എല്ലാം നോക്കി കരയും. അവിടെ പോയി നിന്ന് എന്ത് കാര്യം ചെയ്യുമ്പോഴും നോക്കും, ക്യാമറ എന്നെ നോക്കുന്നുണ്ടോ എന്ന് നോക്കി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അനുവിനെ. പിന്നെ ആദില, നൂറ അവരൊക്കെ നല്ല രീതിയിലാണ് കളിച്ചിട്ടുള്ളത്. ഇതുവരെയും നല്ല രീതിയിലാണ് കളിച്ചിട്ടുള്ളത്. ആദില എവിക്റ്റ് ആയി പോയതിൽ എനിക്ക് ഭയങ്കര പേഴ്സണലി ഒരു വിഷമമുണ്ട്. കാരണം ആദില നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. പിന്നെ എന്തുകൊണ്ട് എവിക്റ്റ് ആയി പോയി എന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. വേറെ മസ്താനിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല. ആള് അവിടെ വന്ന എന്തിനാന്ന് തന്നെ ഒരു ഐഡിയ ഇല്ല. ആ രീതിയിലാണ് അവിടുന്ന് വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു ആളാണ് മസ്താനിയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ. അക്ബറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഗെയിമറാണ് അക്ബർ. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് പേഴ്സണലി എന്റെ പേഴ്സണലി ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അക്ബറിനെ എനിക്ക് നല്ലൊരു ഗെയിമറായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ആള് തുടക്കം തൊട്ട് അവസാനം വരെയും നല്ല രീതിയിൽ ജെന്യൂനായിട്ട് നിന്ന് കളിച്ചിട്ടുള്ള ഒരാളാണ് അക്ബർ. സോ എന്താ പറയാ, ഓരോ കാര്യമാണെങ്കിലും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക, എന്താ ഒരുപാടങ്ങ് എവിടെയും പേഴ്സണലി കയറാതെ നല്ല ഒരു ജെനുവിനായിട്ട് തന്നെ നിന്ന് കളിക്കുന്ന ആളായിട്ടാണ് എനിക്ക് അക്ബറിനെ തോന്നിയിട്ടുള്ളത്. പിന്നെ അനീഷും ആദ്യം തൊട്ട് അവസാനം വരെയും ജെനുവിനായിട്ട് തന്നെ നിന്ന ആളാണ്. ആള് ഒരു ഗ്രൂപ്പിലും പെടത്തില്ല എന്ന് കണ്ടിട്ട് കുറെ കഴിഞ്ഞപ്പോ ഒരു ഗ്രൂപ്പിൽ കയറാൻ തുടങ്ങി, ഫ്രണ്ട്ഷിപ്പ് ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഓരോ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു കാലുമാറ്റം എനിക്ക് അവിടെ ഫീൽ ചെയ്തു. പിന്നെ എല്ലാ ആൾക്ക് ഫസ്റ്റ് തന്നെ വേണം, ഭയങ്കര പിടിവാശി, അതൊക്കെ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അനുമോളുടെ വേറൊരു കേസ് പറയാനെന്നുണ്ടെങ്കിൽ, അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളം ഒഴിച്ചൊരു കേസ്. വെള്ളം ഒഴിച്ചത് മോശമായി പോയി എന്നാണ്, അതെല്ലാവരുടെയും അഭിപ്രായം, മോശമായി പോയി എന്ന് തന്നെയാണ്. ഒരുപാട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. പക്ഷേ നെവിൻ ആളെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞതേ ഉള്ളായിരുന്നു. അനുമോള് ഒരു കുപ്പി എടുത്തിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചു. അപ്പൊ അതിന് ട്രിഗർ ആയിട്ട് നെവിൻ തിരിച്ചൊഴിച്ചു. അങ്ങനെയാണ് ചെയ്തത്. അല്ലാതെ നോർമലി എന്താ നെവിൻ പോയി വലിയ മഗ് എടുത്തിട്ട് വെള്ളം ഒഴിക്കുക അങ്ങനെ ഒരു കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല. പിന്നെ ആ ഒരു ബെഡിന്റെ കേസ് വന്ന സമയത്ത് അനു ഒരു സോഫയുടെ ഇടയ്ക്ക് പോയി കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അവിടെ സോഫയ്ക്കകത്ത് കിടക്കാം, അവിടെ ഒരുപാട് സോഫയുണ്ട്, അവിടെ ഒക്കെ കിടക്കാം. ആ സോഫയുടെ ഇടയ്ക്ക് പോയേ കിടക്കാൻ കിട്ടിയുള്ളൂ. അതൊരു ക്യാമറ സ്പേസ് പിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവിടെ. അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ലൊരു ഡ്രാമ ക്വീൻ ആണ് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓരോ പി ആറും ഇതില് അവിടെയുള്ള കണ്ടസ്റ്റൻസിന്റെ പേരൻസിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം അവിടെ നടക്കുന്നത് ഗെയിമാണ്. ആ ഗെയിം കഴിഞ്ഞ് അവർ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതെല്ലാം അവിടെ തീർത്തിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിൽ പേരൻസിനെ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അവർക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് ഒരു ലൈഫ് ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ ഈ ഇതിൽ പേരൻസിനെ ആവശ്യമില്ലാതെ ഇൻവോൾവ് ചെയ്തിട്ട് സൈബർ ബുള്ളിങ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അവിടെ ജെനുവിൻ ആയിട്ട് നിൽക്കുന്നവർ ജയിക്കണം, അതാണ് വേണ്ടുന്നത്. ഫേക്ക് ഗെയിം കളിക്കുന്നവരും ഫേക്ക് ഡ്രാമ കളിക്കുന്നവരും അവിടെ ജയിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തെന്ന് വെച്ചാല് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാല് ഇതിൽ പേരൻസ് ആയിട്ട് യാതൊരു രീതിയിലും ഉത്തരവാദികളല്ല ആരും. അവിടെ നടക്കുന്ന ഗെയിം അവിടെ തീർത്തിട്ട് വീട്ടിൽ വരുന്നു, അങ്ങനെയാണ്. അപ്പോ അങ്ങനെ രീതിയിൽ എല്ലാരും ചെയ്യാ. ഒരിക്കലും പേരൻസിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യരുത്. പിന്നെ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ് നെവിനെ പറ്റി പറയാനുണ്ടെങ്കിൽ, ആള് എന്താ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പരിപാടികൾ ഉണ്ടെങ്കിൽ പോലും ആള് നന്നായിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഗെയിം ആണെങ്കിലും ഓരോ കാര്യത്തിലും എന്തായാലും ആള് ജെന്യൂൻ ആയിട്ടാണ് നിന്നിട്ടുള്ളത്. എവിടെയും ഫേക്ക് കളിച്ചിട്ട് നിന്നില്ല. ആദ്യമൊക്കെ കുറച്ചൊക്കെ ഇത് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതൊക്കെ മാറി ക്യാപ്റ്റൻസിയിൽ വന്നു. അത് കഴിഞ്ഞ് ഗെയിമിലൊക്കെ ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോഴൊക്കെ നല്ല വൃത്തിക്കാണ് കളിച്ചിട്ടുള്ളത്. അതാണ് നെവിനെ പറ്റി പറയാനുള്ളത്. അത് കഴിഞ്ഞു നൂറ. നൂറ ആള് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആളാണ് നൂറയും. കാരണം ഓരോ ടാസ്കും വളരെ കഷ്ടപ്പെട്ട് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. എല്ലാരും നല്ല കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്.
എല്ലാവരും നല്ല കഷ്ടപ്പെട്ടാണ് കളിക്കുന്നത്. ജെനുവിനിറ്റി തോന്നിയിട്ടുള്ള ആളുകളുടെയാണ് ഞാൻ ഈ പറയുന്നത്. നൂറെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ആളാണ്. ആദിലയും നന്നായിട്ട് കളിക്കുന്ന ആളാണ്. അതുപോലെ ഷാനവാസും കളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പാൽ പാക്കറ്റ് ദേഹത്ത് വീണപ്പോൾ ആള് ബോധം കെട്ടത് എനിക്ക് മനസ്സിലായതേ ഇല്ല. ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട് പറയുകയാണ്. ഒരു പാൽ പാക്കറ്റ് വീണെന്നും പറഞ്ഞ് ബോധം കെടേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അവിടെ ആ സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു ആള് വീണത്, ബോധം കെട്ട് പോയതും ഒക്കെ. അതൊരു ഡ്രാമയായിട്ടാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. കാരണം ആ പാല് മുഴുവൻ ദേഹത്ത് വീണിട്ട് 4 പാക്കറ്റാണ് ദേഹത്ത് വീണത്. എന്നിട്ടും അവിടെ ബോധം കെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എന്താ പറയാ, അതുപോലെ നമ്മുടെ പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വോട്ട് ചെയ്യുമ്പം ജെനുവിൻ ആയിട്ട് നിൽക്കുന്ന എല്ലാവരെയും വോട്ട് ചെയ്യുക. അല്ലാതെ ഫേക്ക് ഡ്രാമ കളിച്ച് നിൽക്കുന്നവരെ വോട്ട് ചെയ്യാതെ ജെനുവിൻ ആയിട്ട് നിന്ന് കളിക്കുന്നവരെ വോട്ട് ചെയ്യുക. അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇപ്പൊ ദാണ്ടെ ഫൈനലായി. ഇനി 2 ദിവസം മാക്സിമമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജെനുവിൻ ആയിട്ട് നിൽക്കുന്നവരെ മാക്സിമം വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.